നമസ്കാരം. ദില്ലിക്ക് പിന്നാലെ തമിഴ്നാട്ടിലും മദ്യ അഴിമതി കേസ് ഉയർന്നു വരികയാണ്. അതായത് തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഉദ്യോഗസ്ഥർ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് ടാസ്മാക് എന്ന് പറയുന്ന മദ്യവിതരണ കമ്പനി, ഈ മദ്യവിതരണ കമ്പനിയുമായി ബന്ധപ്പെട്ട് പൊതുമേഖലാ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേന്ദ്രങ്ങളിലാണ് ഇഡിയുടെ പരിശോധന നടന്നത്. ഇഡിയുടെ പരിശോധനയിൽ ഏതാണ്ട് 1000 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുള്ളതായി സംശയിക്കുന്നു എന്ന് ഇഡി കഴിഞ്ഞ ദിവസം പത്രക്കുറിപ്പ് ഇറക്കുകയും ചെയ്തിരുന്നു. അതായത് 1000 കോടി രൂപയുടെ കൈക്കൂലി അത് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായി, ടാസ്മാക് അഴിമതിയുമായി ബന്ധപ്പെട്ടുണ്ടായി എന്ന വിവരമാണ് പ്രാഥമികമായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നൽകുന്നത്. അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നും ഇഡി പറയുന്നുണ്ട്. അതായത് ഈ അന്വേഷണം പൂർത്തിയാകുമ്പോൾ ഏതാണ്ട് 40,000 കോടി രൂപയുടേതെങ്കിലും അഴിമതിയാകും ടാസ്മാക് അഴിമതി, തമിഴ്നാട്ടിലെ ടാസ്മാക് അഴിമതിയെന്നും DMK സർക്കാരാണ് ഈ അഴിമതിക്ക് നേതൃത്വം നൽകിയതെന്നും DMKയുടെ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ മറ്റു മന്ത്രിമാർക്കുമെല്ലാം വൻതോതിൽ ഇത്തരത്തിൽ കൈക്കൂലി ലഭിച്ചിട്ടുണ്ടെന്നും പ്രതിപക്ഷമായ AIADMK ആരോപിക്കുകയാണ്. ഇന്ന് തമിഴ്നാട് സംസ്ഥാനത്തിൻ്റെ ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസമാണ്. ഇന്ന് തന്നെ നിയമസഭ പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരിക്കുകയാണ്. AIADMKയുടെ നേതൃത്വത്തിലുള്ള MLAമാർ നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഈ ടാസ്മാക് അഴിമതി കേസിൽ കൃത്യമായ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് MLAമാർ വോക്കൗട്ട് നടത്തിയത്. തീർച്ചയായും DMK അതുപോലെ തന്നെ സ്റ്റാലിനും അദ്ദേഹത്തിൻ്റെ മകനും ഉൾപ്പെടുന്ന അല്ലെങ്കിൽ നേതൃത്വം നൽകുന്ന DMK സർക്കാർ കേന്ദ്രത്തിനെതിരെ ഇപ്പോൾ വലിയ പ്രതിഷേധം മുഴക്കുകയാണ്. ഹിന്ദിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു, തമിഴിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് വലിയ രീതിയിൽ കേന്ദ്ര വിരുദ്ധ പരാമർശങ്ങളും അതുപോലെ തന്നെ കേന്ദ്രത്തിനെതിരെ ഒരു വലിയ രാഷ്ട്രീയ ക്യാമ്പയിനും DMK നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ലോക്സഭാ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ടും തമിഴ്നാടിന് ഏതാണ്ട് 1 ഡസനോളം സീറ്റുകൾ നഷ്ടപ്പെടും എന്ന പ്രചരണവും നൽകിയിരിക്കുകയാണ്. അതായത് തമിഴ്നാട് ജനസംഖ്യ പിടിച്ചു നിർത്താൻ വലിയ ശ്രമങ്ങൾ നടത്തി, അതിൽ വിജയിച്ച ഒരു സംസ്ഥാനമാണ്. ജനസംഖ്യ കുറഞ്ഞു എന്ന കാരണം പറഞ്ഞുകൊണ്ട് തമിഴ്നാടിൻ്റെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കാൻ പോകുന്നു, 8ഓളം സീറ്റുകൾ അങ്ങനെ വെട്ടിക്കുറയ്ക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു വ്യാജ പ്രചരണവും DMK കേന്ദ്രത്തിനെതിരെ നടത്തുന്നുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ നേരിട്ട് തമിഴ്നാട്ടിലെത്തി ഇങ്ങനെ ഒരു സീറ്റ് പോലും തമിഴ്നാടിന് വെട്ടിക്കുറയ്ക്കില്ല എന്നുറപ്പ് നൽകിയിട്ടും ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ത്രിഭാഷ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെതിരെ വലിയ പ്രചരണമാണ് ഇപ്പോൾ നടക്കുന്നത്. DMK ഈ BJPയുടെ കടന്നുകയറ്റം, അതായത് തമിഴ്നാട്ടിൽ BJP ശക്തി പ്രാപിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഈ BJPയുടെ ഈ വളർച്ചയിൽ വലിയ ഭയം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ BJPയെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് ഇനി DMK രാഷ്ട്രീയം കളിക്കാൻ പോകുന്നത് എന്ന സൂചന നേരത്തെ തന്നെ പലരും വിലയിരുത്തിയിരുന്നതാണ്. ഈ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. BJPയെ മുഖ്യ ശത്രുവായി കണ്ടുകൊണ്ടാണ് DMK മുന്നേറുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ ദേശീയ നേതൃത്വത്തിനെതിരെ നടത്തുന്നത്. മാത്രമല്ല തമിഴ്നാട്ടിലെ സർക്കാർ അഴിമതി ഭരണം നടത്തുകയാണ് എന്ന കേന്ദ്ര ഏജൻസികൾ തന്നെ ആരോപിക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡ്. ഈ റെയ്ഡിൽ 1000 കോടി രൂപയുടെ കൈക്കൂലി നൽകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയും പറയുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ദില്ലിയിൽ 100 കോടി രൂപയുടെ കൈക്കൂലിയാണ് ഒഴുകിയതെങ്കിൽ തമിഴ്നാട്ടിലാകട്ടെ 1000 കോടി രൂപയിലേറെ DMK സർക്കാർ കൈക്കൂലി വാങ്ങിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഡൽഹിയിലെ മദ്യ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് എത്രമാത്രം കോലാഹലങ്ങൾ അവിടെ ഉണ്ടായി എന്ന് നമുക്കറിയാം. മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും എല്ലാം അറസ്റ്റിലായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല അതിനുശേഷം നടന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായിരുന്ന ആം ആദ്മി പാർട്ടിക്ക് ഭരണം നഷ്ടമായി എന്ന് മാത്രമല്ല BJP അവിടെ വലിയ വിജയം നേടുകയും ചെയ്തു. തമിഴ്നാട്ടിലും ഇത് ആവർത്തിക്കുമോ എന്ന ഒരു ആശങ്കയാണ് DMKക്കുള്ളത്. അതുകൊണ്ട് തന്നെ EDയുടെ മുന്നേറ്റത്തെ പാർട്ടി ആശങ്കയോടുകൂടി കാണുകയും ചെയ്യുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ
മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.